അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത വീഡിയോയുടെ ബാക്കിയായിട്ടുള്ളതാണ്. ബാക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തൊരു രണ്ട് നമ്മുടെ ജിജി മാരിയോയും കൂടെ ഉള്ള കഥകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അങ്ങ് പ്രശ്നങ്ങളായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളും വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഒരാളുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ കേട്ടിട്ട് കാര്യമില്ലല്ലോ, എതിർഭാഗിക്കുന്ന ആളുടെ കാര്യങ്ങളോട് നമ്മൾ കേൾക്കണ്ടേ, അവർക്ക് എന്നായിരുന്നു പറയാനുണ്ടായിരുന്നത് കേൾക്കണ്ടേ. പക്ഷേ ഇതിൽ മുഴുവനും ജെനുവനായിട്ടൊന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല. എന്നാലും അവർക്ക് പറയാനുള്ള മറ്റുള്ളവരിലേക്ക് അവർക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ കുറച്ച് അവർ പറയുന്നുണ്ട്. അതെന്നാന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കില്ല ആരും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ ഇതിൽ പറഞ്ഞു, ചാരിറ്റിയുടെ ഇതായിക്കൊണ്ട് അവർ രണ്ട് സെക്ഷനായിട്ട് ഇതൊക്കെ, ഒരു ഭാര്യയും ഭർത്താവും രണ്ട് സെക്ഷനാണ്. ഒരു സൈഡിൽ ഭാര്യയും മക്കളും, വേറെ സൈഡിൽ ഭർത്താവും അവരുടെ ആ ഒരു ചാരിറ്റിയുടെ കൂട്ടത്തിലുള്ളവരും ഒക്കെ ആയിട്ടുള്ള ഒരു രണ്ട് ഇതായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പേരുണ്ട് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും തെളിവുകൾ കാണിക്കാനും എല്ലാം ആയിട്ട്. ഞാൻ അന്നും പറഞ്ഞായിരുന്നു, ഇവർ രണ്ടുപേരും നല്ലപോലെ സംസാരിക്കാൻ അറിയാവുന്നവരുണ്ട്. മാരിയും ജിജിയും രണ്ടുപേർക്കും നല്ലപോലെ സംസാരിക്കാൻ അറിയാം. ഒരു മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇതിലൊക്കെ എത്രമാത്രം വാസ്തവമുണ്ട് നമുക്കറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരാളെ മാത്രമേ ഉള്ളൂ എനിക്കൊരു ഇച്ചിരി ജെന്യൂനായിട്ടത് നമുക്കത് വീഡിയോയുടെ ഇടയ്ക്ക് പറയാം. അത് ആരുടെയാണ് എന്നാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പം എതിർ സൈഡിൽ നിൽക്കുന്ന ഇവരുടെ ഭർത്താവ് ഇവരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ മദ്യപാനിയാണ്, പിന്നെ ഇവർക്ക് ഇവരുടെ ഫ്രണ്ടായിട്ടുള്ള ഒരാളുണ്ട്, ആളുടെ തീരുമാനത്തിലാണ് കാര്യങ്ങളൊക്കെ അവരുമൊക്കെ ആയിട്ട് കൂടിച്ചേർന്നാണ് ഇദ്ദേഹത്തെ അതിനകത്തൊന്ന് ഉൾപ്പെടുത്തുക. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ അങ്ങനെ ചില വരി എറിയുന്നില്ല. പക്ഷേ ഇവർ ആദ്യമേ അടിക്കാനുള്ള വടി ഇട്ട് കൊടുത്തു. അതാണ് ഇത്രയും പ്രശ്നമായിപ്പോയത്. അല്ലെങ്കിൽ ഇത് ഇത്രയും വഷളാകുകയില്ലായിരുന്നു. അപ്പം ഇവരെ പറ്റി ഒരുപാട് കാര്യങ്ങളും ഈ ചാരിറ്റിയെ പറ്റി ഒരുപാട് കാര്യങ്ങളും അതിൽ നിന്ന് പൈസ കട്ടെടുക്കുന്നുണ്ടെന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് കേൾക്കാം. ഒരു ഭാഗം മാത്രമല്ലല്ലോ നമ്മൾ കേൾക്കേണ്ടത്, രണ്ട് ഭാഗവും കൂടെ കേൾക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് പറയാനുള്ളത് കൂടെ നമുക്ക് എന്നെ അതൊന്ന് കേട്ട് നോക്കാമേ. ഒരുപാട് ദിവസം ആലോചിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാനും മക്കളും സോഷ്യൽ മീഡിയയിൽ വിലയാടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം അറിയാതെയാണ് പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ട്രോളുകൾ ഉണ്ടാക്കുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും. അതിൽ എനിക്കും ഞങ്ങളുടെ രണ്ട് മക്കൾക്കും അതിതീവ്ര വേദനയുണ്ട്. പലരും ആവശ്യപ്പെട്ടു, സത്യം നിങ്ങൾ ഭാഗത്താണെങ്കിൽ എന്തിനു ഭയപ്പെടണം, സമൂഹത്തിന് മുമ്പിൽ വന്ന് തുറന്നു പറയണമെന്ന്. പക്ഷേ ഞാൻ പോലും മടിച്ചു. കാരണം ആരെയും കുറ്റവാളിയാക്കാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ ഉള്ള ഒരു മനസ്സ് എനിക്ക് വരാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസങ്ങൾ മൗനം പാലിച്ചത്. ആ മൗനം കൂടുതൽ കാര്യങ്ങൾ വശത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ലാതെ യാതൊരുവിധ പ്രതിനിധി തരുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ചില ഭാഗങ്ങൾ എനിക്ക് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ മുമ്പിൽ വരുന്നു. എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു, ചാകുകയാണ്. ഒരുപാട് പേരുകൾ എന്നെ വിളിക്കുന്നു. ഞാൻ കേട്ടിട്ടോ കണ്ടിട്ടോ പോലും ഇല്ലാത്ത മനുഷ്യർ എന്നെ നോക്കി ആത്തട്ടഹസിക്കുന്നു. ഭയങ്കര സങ്കടം തോന്നി. സംഭവത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. ജനുവരി 30, 2019 ശരിക്കും പറഞ്ഞ ഈ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റാക്കില് ഒരു പ്രസ്ഥാനം രൂപപ്പെടുന്നത്. ഇവര് പറയുന്നു ഇവരെ ചാപ്പ കുത്തുന്നു, അതുപോലെ തന്നെ ഇവരെ കരിവാരി തേക്കുന്നു, ഇവരെ ട്രോൾ ചെയ്യുന്നു, എല്ലാം ചെയ്തത്. പക്ഷേ ഇവർ തന്നെയാണ് ആദ്യമേ ഇവരുടെ ഹസ്ബൻഡ് ഇവരെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞൊരു ആ ഒരു വീഡിയോ പുറത്തു വിട്ടതും. പിന്നെ ഇവരുടെ കൂടെ ഒരു മാഷുണ്ട്, ദേവസ്യ മാഷറെ വീട്ടിൽ ചെന്ന് സംസാരിക്കുന്നതുമായിട്ടുള്ള അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ ഇവരൊക്കെ തന്നെയാണ് പുറത്ത് വിട്ടത്. ഇതൊന്നും പുറത്ത് വിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ആരും അറിയായിരുന്നു. ഇവർക്ക് മാത്രമായിട്ട് പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. അന്നേരത്തേക്ക് ആ രണ്ടു പേർക്ക് ക്ഷമയില്ലാതായിപ്പോയി. മറ്റുള്ളവരോട് ക്ഷമിക്കണം, മറ്റുള്ളവരോട് സഹനം വേണം, മറ്റുള്ളവരോട് കുടുംബത്തെ ചേർത്ത് നിർത്തണം. ഇവരെ ഒത്തിരി കളിയാക്കുന്നുണ്ട്. ഇവരുടെ ഓരോ വീഡിയോയും വരുമ്പോൾ അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ വെക്കണം. ചേച്ചി ഇന്ന് രാവിലെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയില്ലേ, ചേച്ചി ഇന്ന് ഭർത്താവിന് ഉമ്മ കൊടുത്തില്ലേ, ചേച്ചി ഇന്ന് ഭർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നില്ലേ എന്നൊക്കെ പറഞ്ഞ്. കാര്യം ഇവർ പറഞ്ഞ വാക്കുകളാണ് അതൊക്കെ. ഇവർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇവരെ ഇപ്പോൾ തിരിച്ച് ആ വാക്കുകൾ കൊണ്ട് തന്നെയാണ് ഇവരെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അത് ഇവർ ഇത്രയും ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഇവർക്ക് മറ്റുള്ളവരുടെ സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു സമയം കിട്ടിയില്ലേ, അതാണ് ചോദിക്കുന്നത്. ഇവിടെ എല്ലാം പൈസ തന്നെയാണ് വിഷയം, അല്ലാതെ ഇത് പറയുന്നൊന്നും പൂർണ്ണമായിട്ടും കറക്റ്റുന്നത്. പിന്നെ ഇവർ പറയുന്നുണ്ട് ഇവരുടെ മക്കളെ മോശമായിട്ട് ആരെയും ഇവരുടെ മക്കളെ ഇന്ന് വരെ ഈ നിമിഷം വരെ ആരും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. കാര്യം ആ കുഞ്ഞുങ്ങളുടെ ഒരു നിസ്സഹായ അവസ്ഥയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുങ്ങളെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരെ ഭാര്യയും ഭർത്താവിനെയും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവർ പറയുന്നത് ഇവർ ഇത്രയും ദിവസം പുറത്ത് വരാതിരുന്നത് കാര്യങ്ങൾ കുറച്ചും കൂടെ തെളിവിന് വേണ്ടിയാണ്. ഇതാണ് ഇത്രയും ദിവസമൊക്കെ കൊണ്ട് ഇവർ ഇതിനെപ്പറ്റി ഒന്നും പക്ഷേ ഒരു ഫേസ്ബുക്കിൽ ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഇവരുടെ മക്കളും എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചോണം, ഒരമ്മയും മക്കളും എതിർഭാഗത്തുണ്ടെന്ന് വിചാരിച്ചോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇതായിട്ടൊക്കെ ഇവർ കുറേ പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു. സത്യങ്ങൾ എന്നാ നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ശേഷമാണ് അവർ ഇങ്ങനത്തെ ഒരു വീഡിയോ കൊണ്ട് ഇപ്പോൾ വന്നേക്കുന്നത്.
നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാമേ. വളരെ രഹസ്യമായിട്ട് ഞാൻ അറിയാതെ സെക്ഷൻ 8 ആക്ട് പ്രകാരം ഒരു പാരലായിട്ട് ഫിലോകാലിയുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൽ എനിക്ക് അംഗത്വമില്ല, ഞാൻ അറിയുന്നില്ല. മിസ്റ്റർ ദേവസ്യ സൈൻ പാർട്ണറായിട്ട് അവരുടെ ഭാര്യ സുലേഖ, സൈൻ പാർട്ണറായിട്ട് അഡ്വക്കേറ്റ് മഹേഷ്, മിസസ് റോസ്ലി, പിന്നെ അശ്വിൻ കുതിരൽ, ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് ഇതിനെ നയിച്ചുകൊണ്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അറിയാൻ വൈകി. അറിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ചോദ്യം ചെയ്തു, എതിർത്തു. ഞാൻ ആദ്യം മൗനം പാലിച്ചു. സാരമില്ല, പൊക്കോട്ടെ, കമ്പനി ആക്ട് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കാൻ ഞാൻ നോക്കിയപ്പോൾ 6 മാസമായിട്ട് ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടക്കുന്നില്ല. അതായത് കേരളത്തിൽ ഏകദേശം 30ഓളം വീടുകളിൽ പണി നടക്കുന്നുണ്ട്. അതെല്ലാം ഭാഗികമായിട്ട് നിലച്ചിരിക്കുകയാണ്. ആ വർക്കുകൾ അവർ പൂർത്തിയാക്കുന്നില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, താങ്കൾ കമ്പനിയായിട്ട് പോകാൻ വെക്കുള്ളൂ, പക്ഷേ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വലിപ്പിക്കരുത്. ഇതാണ് നമ്മുടെ കുഞ്ഞ് നമ്മൾ രൂപം കൊടുക്കുക. രണ്ടുപേരും ഒന്നിച്ച് വളർത്തിയെടുത്ത ഒരേപോലെ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ്. ജിജി ഒറ്റയ്ക്ക് നിന്നാലും മറിയില്ല, മാരി ഒറ്റയ്ക്ക് നിന്നാലും മറിയില്ല. രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഫിലോകാലിയ എന്ന പ്രസ്ഥാനത്തിൽ മാറ്റം കൂടിയതും ജനങ്ങൾ ഏറ്റെടുത്തതും നമുക്ക് ഇത്രയും നന്മ ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് ആ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വലിപ്പിക്കുന്നത് എന്ന് പല പ്രാവശ്യം കെഞ്ചി അവരോട് അപേക്ഷിച്ചു. അവർ തീർന്നില്ല. പകരം അവർ ചെയ്തത് ഈ കമ്പനി ആക്ടിലുള്ള ഫിലോകാലിയുടെ ബാങ്ക് അക്കൗണ്ട് പരസ്യമായിട്ട് ഒരു വർഷമായിട്ട് അവർ അദ്ദേഹത്തിന്റെ ചാനൽ കൊണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾക്ക് അറിയാതെ അതിൽ ഞാനുണ്ടോ എന്നൊന്നും ജനങ്ങൾക്കറിയില്ല. ഫിലോകാലിയ എന്ന പേര് കാണുമ്പോൾ ജനങ്ങൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി. അതിൽ ഫണ്ട് വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫണ്ട് വരാതെയായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് ചെയ്തു, ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വലിപ്പിക്കരുത്, ട്രസ്റ്റിൽ നടക്കുന്ന വർക്കുകൾ പൂർത്തിയാക്കണം. കാരണം എത്രയോ കുടുംബങ്ങളുടെ കണ്ണീരുണ്ട്. ഈ 30 കുടുംബങ്ങളും പല പ്രാവശ്യമായി ഓഫീസിൽ കയറി ഇറങ്ങി വീട് പണി പൂർത്തിയാക്കി തരണമെന്ന് കേന്ദ്ര അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അതൊന്നും ചെയ്തുകൊണ്ടില്ല. അവരുടെ കണ്ണീര് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മൂല കാരണം. അങ്ങനെയുള്ള ഒരു തർക്കങ്ങളൊക്കെ നടക്കുന്നിടയ്ക്ക് ഞാൻ അശ്വിൻ എന്ന് പറയുന്ന ആ വ്യക്തിയെടുത്ത് വാട്സാപ്പിൽ സന്ദേശം അയച്ചു. അദ്ദേഹം ഇപ്പോൾ ശരിക്കും കോൺസ്റ്റബിളാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് നിങ്ങൾ കൂട്ടി നിൽക്കരുത്, കുടുംബം തകർക്കരുത്, ഞങ്ങളുടെ കുടുംബം തകർക്കരുത്, പ്രസ്ഥാനം തകർക്കരുത്, നിങ്ങൾ മാറി പോകുമെന്ന് അപേക്ഷിച്ചു. അതുപോലെ തന്നെ മിസ്റ്റർ ദേവസ്യയോടും അഡ്വക്കേറ്റ് മഹേഷിനോടും ദേവസ്യയുടെ ഭാര്യ സുലേഖയോടും ഞാൻ ബെഗ് ചെയ്തു. ദയവ് ചെയ്ത് അമ്മയുടെ വേദനയാണ്, രോഗമാണ്, ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കരുത്, പ്രസ്ഥാനം നശിപ്പിക്കരുത്, നല്ല രീതിയിൽ പോകുന്ന ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് അത് തന്നെ കൊണ്ടുപോയാൽ മതി. ഈ ഇതിപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ ഭർത്താവിൻ്റെ ഭാഗത്ത് ഒരു പ്രശ്നമുള്ളതായിട്ട് പറയുന്നില്ല കേട്ടോ. ബാക്കിയുള്ളവരെയാണ് ഇവരിപ്പോൾ പഴിചാരുന്നത്. കാര്യം ഇവർ ഒന്നിക്കാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു. ഇത്രയും നേരം ഭാരത ഏജൻസി ഇവർ ഒന്നിക്കാൻ വേണ്ടിയായിരിക്കാം ഭർത്താവിനെ കുറ്റം പറയാതെ ഭർത്താവിനെ മാനസികമായിട്ടൊരിതെന്നും അതുപോലെ പുള്ളിക്ക് ഒറ്റബുദ്ധിയെന്നും പുള്ളി മറ്റുള്ളവരാണ് ഇതിലേക്ക് തിരിക്കുന്നതെന്നും ഒക്കെ പറയുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം ഞാൻ പറയട്ടെ, മറ്റേ ദേവസ്യ എന്ന് പറഞ്ഞ മാഷുണ്ടല്ലോ, ഒരിക്കലും പണമോക്കിയാന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന് നഷ്ടപ്പെടാനുള്ള മൊത്തം നഷ്ടപ്പെട്ട് അദ്ദേഹം ഇവർക്ക് പൈസയും കൊടുത്ത് സ്ഥലം മേടിക്കാനും എല്ലാം കൊടുത്തപ്പോഴും അങ്ങനെ ഒരു പണമോക്കി ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇവർക്ക് ആ പൈസ കൊടുത്ത സമയത്ത് ഇവരതിന് പകുതി ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ആ വസ്തു മേടിക്കുമ്പോൾ 2ആയിട്ട് എഴുതാം, പകുതി ഈ ദേവസ്യ മാഷിൻ്റെ പേരിലും കൂടെ എഴുതാമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലായിരുന്നു. ചെയ്യാതിരുന്ന സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ടുപോയി പരാതി കൊടുക്കായിരുന്നു. പക്ഷേ അദ്ദേഹം എന്നിട്ട് സൈലൻ്റ് ആയിട്ട് നിന്നുള്ള മാഷ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ടീച്ചറാണ്. അവരെയൊക്കെയാണ് ഇത് സുലേഖ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. ഇവരൊക്കെ കൂടെ വന്നപ്പം ഈ സുലേഖ ടീച്ചറെന്നോ ഈ അജ്മലൊന്നും ഒന്നും അല്ലായിരുന്നല്ലോ വിളിച്ചുകൊണ്ടിരുന്നത്. മാമുദീസായും മുക്കി പേരും മാറ്റി സാംസണെന്നും സുലേഖ ടീച്ചറിൻ്റെ പേരെന്നാ നീ ഓർക്കുന്നില്ല കേട്ടോ. മാമുദീസ സീരി സുലേഖ ടീച്ചർക്ക് നേരത്തെ മതം മാറിയതാണ്. ഇവരുടെ കൂടെ വരുന്നതിനൊക്കെ മുന്നേ അവർ ക്രിസ്ത്യാനായിട്ട് ജീവിക്കാൻ തുടങ്ങിയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ക്രിസ്ത്യൻ ആയതുകൊണ്ട്. അപ്പം ഇപ്പം ഇതൊക്കെ മുസ്ലിം പേരും ഒക്കെ അങ്ങ് ആക്കി ഇവരങ്ങ് മാറ്റി. ഇവർ കൂടായിരുന്ന സമയത്ത് ഇവർക്കൊക്കെ ഈ പേരല്ലായിരുന്നു, അല്ലാത്ത പേര് വിളിക്കാറായിരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പേരുകളും കാര്യങ്ങളൊക്കെ ഇവർ പറയാൻ തുടങ്ങി. അതൊന്ന്. രണ്ടാമത് ഇവർ ആ മാഷിനെ പറയുന്നത്, ഇവരുടെ ഹസ്ബൻഡ് പറയുന്നത് നേരത്തെ തുടങ്ങിയ ആ ചാരിറ്റി അതിനകത്ത് ഇവരുടെ അമ്മ ഇവരുടെ അപ്പൻ അങ്ങനെയൊക്കെയുള്ള ഇതായതുകൊണ്ട് ഇവർ അതിനകത്തുനിന്ന് കൈയിട്ട് വാരുന്നതുകൊണ്ടാണ് അദ്ദേഹം വേറെണ്ണം സ്വന്തമായിട്ട് തുടങ്ങിയത്. കാര്യം അത് ഈ കൈയിട്ട് വാരാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെ ആരെയും അതിനകത്ത് ചേർക്കാതെ ഈ സുലേഖ ടീച്ചറിനെയും ഈ അജ്മൽ എന്ന് പറഞ്ഞ സാംസനെയും പിന്നെ ഈ മറ്റേ നമ്മുടെ പേരെപ്പോഴും വിട്ടുവിട്ട് പോകുന്നു ദേവസ്യ മാഷയും കൂടി ചേർത്തത്. അങ്ങനെ ചേർത്തത് കൊണ്ടുപോയി ഇതിലേക്ക് ഇവരെ ചേർക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്കത് പറ്റത്തില്ല. മറ്റവരെ എല്ലാം ഒഴിവാക്കി വെച്ച് ഇവരെ അതിനകത്ത് ചേർക്കണം, ഇവരുടെ അച്ഛനും അമ്മയൊക്കെ അതിനകത്ത് ചേർക്കണം. അതാണ് ഇവരുടെ തീരുമാനം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവരത് പറയുന്നത് നമ്മൾ കേട്ടതുമാണ്. ഇവരെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആ വീഡിയോസൊക്കെ കേട്ടാണ് അങ്ങനെ പറയുന്നത്. ഇവർ പറയുമ്പോൾ ഇവരുടെ ഭാഗം മാത്രം ന്യായീകരിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിലേക്ക് ഒരുപാട് പൈസകൾ വന്നു ചേരുന്നു. ഇവരുടെ ആദ്യം തുടങ്ങിയ ചാരിറ്റിയിലേക്കുള്ളത് വരുന്നില്ല. രണ്ടിൻ്റെയും പേരും ഒക്കെ ഒരു പേര് തന്നെയാണ്, അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഇവർ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അങ്ങനെ അസുഖങ്ങൾക്ക് മരുന്ന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഇവരൊന്നും ചെയ്യാതിരുന്നിട്ടില്ലെന്ന് പറയുന്നില്ല, ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതിനകത്തിട്ട് ഇവർ കൈയിട്ട് വാരുകയും ചെയ്യുന്നുണ്ടായിരുന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമുക്കറിയത്തില്ല, ജനങ്ങളുടെ പൈസയാണ്, പലരായിട്ട് തന്നെ തരുന്നതാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇതൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇവരെ ആൾക്കാരങ്ങ് മോശമാക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ പ്രശ്നക്കാരനല്ല. അതിനകത്തുണ്ടായിരുന്ന ദേവസ്യ മാഷും ഭാര്യയും അജ്മലും പിന്നെ ഒരു വക്കീലിൻ്റെ പേര് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ പേരൊക്കെയാണ് ഇപ്പോൾ പ്രശ്നക്കാരെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് കുറച്ച് ഇവർ ബാക്കി ഇത് ഒരു ഫുള്ളായിട്ടാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന കമ്പനി ആക്ടുള്ള പ്രസ്ഥാനമൊക്കെ കുറേ കൂടെ വളർന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈവൻ അത് തുടങ്ങിയാണെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാനെങ്കിലും ഒരു വിരോധമില്ല. പക്ഷേ ഈ ഫസ്റ്റിലെ പ്രവർത്തനങ്ങൾ വലിപ്പിക്കുന്നതിന് കിഞ്ചി
എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ചിലപ്പോൾ ഒറ്റബുദ്ധി ചേട്ടായി ഒറ്റബുദ്ധി എടുക്കുന്ന ചില തീരുമാനമൊന്നും ചെയ്യാറൊന്നുമില്ല, നിങ്ങൾ അതിന് കൂട്ടി നിൽക്കരുത്. അദ്ദേഹം ഇപ്പോൾ മെന്റലി സ്റ്റേബിൾ അല്ലാത്തത് പോലെ തോന്നുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂട്ടി നിൽക്കരുത്, കുടുംബം തകർക്കരുത് എന്ന് പല പ്രാവശ്യം ചെയ്തിട്ടും അവരത് കേൾക്കുവാൻ തയ്യാറായില്ല. പല പ്രാവശ്യം അവർ ഗൂഢാലോചന നടത്തുകയും എന്നെ ഓഫീസിൽ കഴിഞ്ഞാതാക്കുകയും എന്നെ ക്യാബിനിൽ അവർ കയറിയിരുന്ന മീറ്റിംഗ് നടത്തുകയും എന്നെ ക്യാബിന് പുറത്ത് കൂട്ടിയിടുകയും, അതായത് ഓഫീസറിൽ ലോക്ക് ചെയ്ത് ക്യാബിൻ ലോക്ക് ചെയ്തിട്ട് അതിനകത്ത് മീറ്റിംഗ് നടത്തുകയും എന്നെ അവർക്ക് കേട്ടാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ക്യാബിൻ തുറക്കൂ, ക്യാബിൻ തുറക്കൂ പ്ലീസ്, പ്ലീസ് ക്യാബിൻ തുറക്കൂ, എന്റെ ക്യാബിൻ തുറക്കൂ പ്ലീസ്, പ്ലീസ് തുറക്കൂ. ഇതാണ് ഞങ്ങളുടെ മൂല കാരണം. ഇങ്ങനെ ഇരിക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്റെ മൂത്ത മോളിൽ ഇടപെടുകയും ഒരു മീഡിയേഷൻ ടോക്ക് പീലാമൂലിയിലെ ഞങ്ങളുടെ വസതിയിൽ വെച്ചിട്ട് നടത്തുകയും ചെയ്തു. ആ സമയത്ത് ഞാനും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സെറ്റ് ബോക്സ് അല്ല അവിടെ വെച്ചിരുന്നത്, ഈ ക്യാമറയുണ്ട്, CCTV ക്യാമറയുടെ DVR ആണ്. DVR എടുത്ത് എന്റെ തലക്കടിക്കുകയും ആ സ്റ്റിച്ച് ഉണ്ടാവുകയും കയ്യിൽ കടിക്കുകയും മറ്റു കാര്യങ്ങൾ ഫോൺ കഴിക്കുകയും ചെയ്തു. ഞാൻ അവരോടൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും എന്റെ മകൾ എന്റെ ബന്ധുക്കാരെ വിളിച്ചു വരുത്തി അച്ഛനെ വിളിക്കും, അവരെല്ലാം അവരുടെ സ്റ്റാഫിനെ വിളിച്ച് വരുത്തുന്നു. ഏകദേശം ഇൻസിഡന്റ് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവരെല്ലാവരും ഓടി എത്തുന്നത്. എത്തി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റലിൽ MIC ഇട്ടു, സ്വമേധയാ കേസെടുത്തു, FIR രജിസ്റ്റർ ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് റിയൽ സംഭവം. പക്ഷേ പച്ച നുണകളാണ്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ശിങ്കികളായ റോസ്ലിനെ കൊണ്ട് ആരംഭിക്കുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കുട്ടിയാണ്. ഏകദേശം അദ്ദേഹത്തിന് കൂടിയിരിക്കുന്ന ഗ്രൂപ്പിലെ സ്റ്റാഫൊക്കെ ഒരു വർഷത്തിനകത്ത് ഒന്ന് ജോയിൻ ചെയ്ത സ്റ്റാഫാണ്. 4 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പഴയ സ്റ്റാഫിനെയും അദ്ദേഹം അകാരണമായിട്ട് നിർണ്ണയം ചെയ്ത് പറഞ്ഞുപിടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ബൈജു എന്ന് പറയുന്ന വ്യക്തി ഏകദേശം 6 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കാണാം അദ്ദേഹം കള്ളമൊഴി എനിക്കെതിരെ പറയുന്നത് കൊങ്ങയ്ക്ക് പിടിച്ച് തൂക്കി നിർത്തി എന്നും മറ്റൊക്കെ. മേഡം ആ ഗ്ലാസ് വീട്ടിൽ തല ശരിടിച്ചുകൊണ്ട് ഇറങ്ങി നമ്മൾ വെച്ചിരുന്നതാണ്. അത് കഴിഞ്ഞ് ചില താഴ്ത്തിക്ക് അവിടെ നിന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് വീട്ടിൽ വീണ്ടും പിന്നടിച്ചതിന് ശരിയാ പറഞ്ഞു. അപ്പൊ ഞാൻ സത്യം അതായത് അവരവരെ പ്രളവ് കണ്ടിട്ട് ഈ ഞാൻ പറയപ്പെട്ടു അന്ന് മുകളിൽ വിളിച്ച് പോലീസ് എത്ര പ്ലാൻഡായിട്ടാണ് അവർ അങ്ങനെ ഒരു മൂല്യമൊക്കെ പറയുന്നത്. ഇതിന്റെ ഗൂഢലക്ഷ്യം എനിക്കറിയില്ല, എന്താണ് ഉദ്ദേശം അറിയില്ല, ആർക്കാണ് ഇതിന്റെ പുറകിൽ എനിക്ക് പോലും വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം അറിയാം, മഹേഷ്, സുരേഖ, അശ്വൽ, റോസ്ലിൻ, ബൈജു, അങ്ങനെ കുറച്ചുപേർ അടങ്ങുന്ന സംഘമാണ് അദ്ദേഹത്തെ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ നോർമലായി ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ മുതലിട്ട് അതാണ് അദ്ദേഹത്തിന് കൽപ്പാവ് പോലെ ദുരുപയോഗം ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കണ്ടോ, അദ്ദേഹം നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് അതാണെന്നാണ് അവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ മറ്റുള്ളവർ ഇത്രയും 10 ഭാഷകൾ അങ്ങോട്ട് സംസാരിക്കാൻ അറിയാവുന്ന മനുഷ്യൻ ഈ ലോകം മുഴുവനും അങ്ങേര് പോയിട്ടുണ്ട്. പോകാത്ത സ്ഥലങ്ങളില്ല, അറിയാത്ത കാര്യങ്ങളില്ല. ആ ഒരാൾ വധിച്ച് പറഞ്ഞാൽ ഉടനെ ആളുടെ തീരുമാനങ്ങൾ മാറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവരിപ്പോൾ പറഞ്ഞു വെക്കുന്ന മൊത്തം അവർ ആണ് ഇതെല്ലാം ഇവരുടെ കുടുംബം തകരാൻ കാരണം, ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥയ്ക്ക് എത്രമാത്രം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല. അദ്ദേഹത്തെ ഇപ്പോൾ ഒരു നോർമൽ അല്ലാത്തൊരു മനുഷ്യൻ എന്നാക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇവരെ ഇനി ഉപദ്രവിച്ചെന്നോ ഒക്കെ എന്നോ ആക്കി തീർക്കാനായിരിക്കും അവരെ ഉപദ്രവിച്ചു എടുത്തു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരങ്ങനെയൊക്കെ പറയുന്നത്. എന്നാണേലും എല്ലാവരെയും മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരുന്നത് അവസാനം സ്വന്തം കാര്യം വന്നപ്പോഴത്തേക്ക് നാട്ടുകാരെടുത്തിട്ട് അലക്കുന്ന അവസ്ഥയായി പോയില്ലേ. ഇത് സത്യം പറഞ്ഞാൽ ചിരിയും വരുന്നുണ്ട്, അതിലേറെ വിഷമവും ഉണ്ട്. കാര്യം ഒരു കുടുംബമൊക്കെ തകർന്നു പോകുന്നെന്ന് അറിയുമ്പോഴത്തേക്ക് ഒരു വിഷമമുണ്ട്. കാര്യം ഒരുപാട് ഒരു കുടുംബമൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് വീട്ടിലുള്ള എല്ലാവരും കൂടെ നോക്കിയാലേ നടക്കുകയുള്ളൂ. ഒരാളെ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ ചേർന്നാലേ അതൊരു ഇമ്പമുള്ളൊരു കുടുംബമാകത്തുള്ളൂ. അത് മുന്നോട്ട് പോകണമെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കണം. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും, അതൊക്കെ പറഞ്ഞ് തീർക്കുക, ഇല്ലെങ്കിൽ അതൊക്കെ വിട്ടേക്കുക, അങ്ങനെ പോവുക. അല്ലാതെ ഇത് സ്വത്ത് കൂടിപ്പോയതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പൈസ വരുന്നതിൻ്റെ കാര്യങ്ങളും അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി ഇവരിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരൊരു ഇതിന് ക്ലാസ്സിന് പോകുമ്പോൾ ഇവർക്ക് കിട്ടുന്ന പൈസ എത്രയാന്നുള്ളത് കേട്ടോണം കേട്ടോ. ഇത്രയും വരുമാനം കിട്ടുന്ന ഒരാളാണ്. എന്റെ അനുജൻ ഒരു 1.5 കോടിയധികം വിലയുള്ള ഒരു വീട് മേടിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ 20 വർഷം പഴക്കമുള്ള ഒരു പഴയ ഒരു വീടാണ്. 30 ലക്ഷം രൂപ വരുന്ന വീട്. അത് മേടിക്കാനുള്ള സാഹചര്യവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹമാണ് പറയുന്നത്, ഇത് കൈവിട്ട് കളയരുത്. എന്റെ അനുജന് വോയിസ് മെസ്സേജിലാണ്, ഇത് കൈവിട്ട് കളയുന്ന സജോ, ഞങ്ങളുടെ ഇതിന് പൈസ ഇല്ല, അതുകൊണ്ട് ഇന്ത്യയിൽ പൈസ ഉണ്ട്, നീ മേടിക്കണം എന്ന് പറയുന്ന വോയിസ് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം. സജോ, നമ്മുടെ വീടിനോട് ചേർന്ന് ഈ ഡോക്ടർ തങ്കമ്മയുടെ ഒരു വീടുണ്ടല്ലോ, അത് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വരും. 6 സെന്റ് സ്ഥലമുണ്ട്. അവർ തങ്കമ്മനോട് 1.5 കോടി ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അവർ അവസാനം ഒരാൾക്ക് 65 ലക്ഷം രൂപ കിട്ടും. ഈ 65 ലക്ഷം ആൾ 50 ലക്ഷം എനിക്ക് തരാൻ തയ്യാറാണ്. 15 ലക്ഷം കുറച്ചിട്ട് എനിക്ക് തരാൻ തയ്യാറാണ്. കാരണം അവർക്ക് അവിടെ കഴിയില്ല. അതിന് കുറച്ച് കാശുണ്ടെങ്കിൽ എനിക്ക് കടം പ്രൊസസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈക്ക് പോകാതെ വേറെ കൊണ്ടുപോകാൻ അവസാനം എടുക്കാൻ പറ്റും. അപ്പം എന്നോട് സംസാരിച്ചില്ലെങ്കിലും ഞാൻ വിജയിച്ചൊന്ന് വിളിച്ചിട്ട് സംസാരിക്കാൻ ചെയ്യാൻ പറ്റും, നമ്മൾ ചോദിക്കണം. ഏതായാലും ഒരു 10,000 രൂപ ഡോക്ടറിന്റെ ആൾ കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ആ വോയിസ് ഇവിടെ കിടപ്പുണ്ട്. അതിനനുസരിച്ചിട്ട് എന്റെ അനുജൻ അവന്റെ പൈസയിൽ നിന്നും മേടിച്ച വീടാണത്. പിന്നെ എല്ലാവരും പറയുന്നത് ഞാൻ സ്വത്ത് സമ്പാദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 4 വർഷമേ ആയിട്ടുള്ള കാര്യം പ്രസ്ഥാനം ഈ ഓഫീസ് വന്നിട്ട്. ഇതിന് മുമ്പെയാണ്
ഈ 4 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞങ്ങൾ വീട് പണിയുന്നത്, കാർ മേടിക്കുന്നത്, വിദേശ യാത്രകൾ നടത്തുന്നത്, വിദേശ പ്രോഗ്രാമുകൾ നടത്തുന്നത്, ഞാനൊരു സ്വകാര്യ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്യുന്നത്, കാശ് സമ്പാദിക്കുന്നത്, എന്റെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നതൊക്കെ ഈ പ്രസ്ഥാനം വരുന്നതിനെ മുമ്പാണ്. എല്ലാവരും ധാരണ ഈ പ്രസ്ഥാനം കൊണ്ട് ഞങ്ങൾ ജീവിച്ചതല്ല. ഇല്ല, ഈ പ്രസ്ഥാനം വന്നിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. പ്രസ്ഥാനത്തിന് മുമ്പെയാണ് ഞങ്ങൾ വളരെ ആർഭാടത്തോടുകൂടിയും ലാവിഷായിട്ടും സന്തോഷത്തോടുകൂടി ജീവിച്ചതും ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്തതും ഒരുപാട് ഞാൻ മക്കളെ കൊണ്ട് ഞങ്ങൾ മക്കളൊക്കെ റിസോർട്ടുകളിൽ തങ്ങി ഞങ്ങൾ ടൂറൊക്കെ പോയതും ഈ പ്രസ്ഥാനം വരുന്നതിന് മുമ്പാണ്. പ്രസ്ഥാനം വന്നതിന് ശേഷം അങ്ങനെയുള്ള യാത്രകളോ ട്രിപ്പുകളോ ഒന്നും ഉണ്ടായിട്ട് കൂടി ഇല്ല. പ്രസ്ഥാനം വരുന്നതിന് മുമ്പാണ് എന്റെ മക്കൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചത് പ്രസ്ഥാനത്തിന് മുമ്പാണ്. ഓക്കെ, പിന്നെ അറിയുന്ന കാര്യം, ഞാൻ ആർഭാടം ആഡംബരം കാണിക്കും എന്ന് ഉദ്ദേശിച്ചാണ് ഈ സോഷ്യൽ മീഡിയ അങ്ങനെ പറയുന്നത് അറിയില്ല. ഞാൻ ആർഭാടം ആഡംബരം കാണിക്കും, വൃത്തിയായിട്ട് വസ്ത്രം ഇട്ട് നടക്കുന്നത് എന്റെ ഒരു ശീലമാണ്. തേച്ച് വെളുപ്പിച്ച വൃത്തിയായിട്ട് വസ്ത്രം ഇട്ട് നടക്കാൻ ഇപ്പോഴും ശ്രദ്ധിക്കും, ഇനിയും ഞാൻ ശ്രദ്ധിക്കും. വേറൊരു ചരിത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്റെ സാരി എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര വിലയുള്ള സാരിയാണ്. സത്യം പറഞ്ഞാൽ എറണാകുളം ബ്ലോക്കിൽ ഒരു കടയുണ്ട്, പഴയ അമ്മച്ചിമാരുടെ ചട്ടത്തുണി കിട്ടുന്ന സ്ഥലം. ഓക്കെ, അത് റോളായിട്ട് വെച്ച് ഇതുപോലെ വെള്ളത്തിൽ റോളായിട്ട് വെക്കും. മീറ്ററിന് 50 രൂപ 60 രൂപ വിലയുള്ളൂ. ഒരു റോൾ ഞാൻ എടുത്തുകൊണ്ട് വരും. മീറ്ററിന് 50 രൂപ വിലയുടെ 5 മീറ്റർ ഞാൻ മുറിച്ചെടുക്കും. പിന്നെ ഇതുപോലെ കണ്ടം വെച്ച തുണികൾ, അതായത് നൈറ്റിയുടെ തുണി അല്ലെങ്കിൽ ചെറിയ ബ്ലൗസിന്റെ വില പോലെ തുണി, ചുരിദാർ മെറ്റീരിയൽ ഒരു 1.5 മീറ്റർ തുണി കട്ട് ചെയ്ത് മേടിക്കും. അത് വെച്ചടിക്കും. അത് വെച്ചടിച്ച കുറച്ച് സാരികളുണ്ട്, അത് എന്റെ ഡിസൈനിങ് എന്റെ സ്റ്റിച്ചിങ്ങൊക്കെയാണ്. ഓക്കെ, അല്ലാതെ റെഡിമേഡ് മേടിക്കുന്നത് വില കൂടിയ സാരിയൊന്നും അല്ല. അപ്പൊ അത് നിങ്ങൾ ആർഭാടമാണെന്ന് പറയും. വൃത്തിയായിട്ടുള്ള ഡ്രസ് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. പിന്നെ ഒരുപാട് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. എന്താണ് അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഈ ആളുകൾ സ്വർണ്ണം 2-3 കുഞ്ഞു മാലകളും എന്റെ പഴയ വെട്ടിയിരുന്നു, അദ്ദേഹത്തിന് വെട്ടിയിരുന്നും കൂടി ഉണ്ടാവും. ഈ ഫോട്ടോയിൽ കാണും. കഴിഞ്ഞ ദിവസം അതിനെ കൊണ്ട് ഞാൻ കേസിൽ പണയം വെപ്പിച്ചത് 3 ലക്ഷത്തി സംതിങ് ആണ് കിട്ടിയത്. സീറ്റ് വിളിച്ചേക്കാം. അതിൽ എന്തിനാ വെച്ചാൽ അറിയാമോ, 1-2 സാർ ലോക്കാർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് സാലറി കൊടുക്കാൻ നിർത്തിയില്ല. കാരണം അദ്ദേഹം കൂടെ ചെക്കിൽ സൈൻ ചെയ്യണം സാലറിക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അതുകൂടാതെ എന്റെ കൊച്ചിന് ബാംഗ്ലൂർ പഠിക്കുന്ന എന്റെ മോൾക്ക് ഹോസ്റ്റൽ ഫീസ് കിട്ടണം, ബസ് ഫീസ് കിട്ടണം, അതിന് കാശ് വേണം, എന്റെ വീട്ടിൽ ചെലവ് നടക്കണം. ഓക്കെ, എന്റെ വണ്ടിയുടെ ലോൺ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എമർജൻസി കൂടി പണയം വെച്ചത്. എന്റെ വരുമാനം എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 4 വർഷം മുമ്പുള്ള വരുമാനം എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്നതായിരുന്നു, പലരും പ്രോഗ്രാം ധ്യാനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതായിരുന്നു, പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരുന്നു, ദേശീയ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരുന്നു, ഫേസ്ബുക്ക് വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്കുള്ള വരുമാനം ഇതൊക്കെ തന്നെയാണ്. 25,000 മുതൽ 50,000 രൂപ വരെയാണ് എനിക്ക് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം. ആരാണ് എന്റെ വൈദ്യുതി. എന്റെ കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഫേസ്ബുക്ക് വരുമാനമുണ്ട്, പുസ്തകങ്ങൾക്ക് സീനിയം കിട്ടുന്ന വരുമാനം, അങ്ങനെ കാര്യങ്ങളാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. വേറെ അല്ലാതെ ഞാൻ സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. ഒരു സൗണ്ടും എന്റെ പേരിലില്ല, സ്വർണ്ണവും എന്റെ പേരിലില്ല, ഫിക്സഡ് ഡെപ്പോസിറ്റും എന്റെ പേരിലില്ല, ഒരു സ്വർണ്ണമില്ല, അതിനൊക്കെ ഒരു മാലയ, വേറെ ഒന്നുമില്ല. വ്യക്തം മാറ്റിക്കോട്ടെ. ശിവകാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെയധികം സുഖാര്യമായിട്ട് ഊന്നിച്ച് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. 2018 മുതൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തനം 2021 മുതലാണെന്ന് പറഞ്ഞു. എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടും ഇന്നലെ ഒരിക്കൽ കൂടി ഞാൻ അങ്കമാലിയിലെ ബാബു സാറാണ് ഓഡിറ്റ് ചെയ്യുന്നത്. സാറിന് എല്ലാ പ്രൊപ്പോസും മേടിച്ച് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് നേരിട്ട് കാണാവുന്നതാണ്. വളരെയധികം സുഖാര്യമായതും പക്കായിട്ട് ഓഡിറ്റിംഗ് നടത്തുന്നതുമാണ്. അതൊരു കൃത്രിമത്വം നമുക്ക് കാണിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഒരു ബോർഡ് മെമ്പേഴ്സിനും അതിൽ നിന്ന് സാധനം എടുക്കാനോ അല്ലെങ്കിൽ എഴുതി മേടിക്കാനോ ഉള്ള ഒരു ഓപ്ഷനോ വകുപ്പോ അതിലില്ല. എന്നാൽ കമ്പനി ആക്ടിൽ തുടങ്ങിയിരിക്കുന്ന പാരലായിട്ട് തുടങ്ങിയിരിക്കുന്ന ആ ഫിലോകാലിയയിൽ ഈ ബോർഡ് മെമ്പേഴ്സിന് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ സാലറി ഇനത്തിൽ എഴുതി എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കൂടെ ഉള്ളതുകൊണ്ടാവാം അവര് പാരലായിട്ട് കമ്പനി ഫിലോകാലിയുടെ പേരിൽ കമ്പനി തുടങ്ങുകയും ഇത്ര വർഷം നമ്മൾ കൊണ്ടുവന്ന ഫിലോകാലി പ്രസ്ഥാനം പടുത്തുയർത്തിയ ക്രെഡിബിലിറ്റി, വിശ്വസത, പോപ്പുലാരിറ്റി, ഫേസ്ബുക്ക് ജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ മുതലെടുത്തിട്ട് അതേ സിസ്റ്റം പാരലായിട്ട് കമ്പനി ആക്കി തുടങ്ങി അവര് നടത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനെയാണ് ഞാൻ എതിർത്ത് ഇത്രയും പ്രശ്നങ്ങളായി എത്തിയത്. കേട്ടോ, ഇത് കണ്ടിട്ടാണ് മനുഷ്യർ സ്വത്ത് തട്ടിയെടുത്തു എന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് അതിനെ ഉത്തരവില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ ഇഷ്യൂസ് ഞാൻ കാര്യം തന്നേ ഉള്ളൂ. ഇനി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഈ സമൂഹത്തിലോട് പറയാനുണ്ട്. കാരണം കുറ്റപ്പെടുത്തി ചാപ്പ കുത്തുന്നതിന് മുമ്പ്, എന്നെയും എന്റെ മക്കളുടെയും എനിക്ക് ചാപ്പ കുത്തുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ഈ ലോകം അറിയേണ്ടതുണ്ട്. എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് സംരക്ഷിക്കുക, അതുവഴിയുള്ള ഒരുപാട് നന്മ പ്രവർത്തികൾ മുടങ്ങാതിരിക്കുക, എന്റെ മക്കളുടെ ഭാവി സേഫാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, ആരുമില്ല, ഞാൻ തനിച്ചാണ്. എനിക്കിപ്പോൾ ഡ്രൈവറില്ല, പരിചാരകരില്ല, സ്റ്റാഫില്ല, കൂട്ടിനിക്കാൻ ആരുമില്ല, കൂട്ടുകാരില്ല, ആലോകരില്ല, അയൽവക്കാരില്ല, ആരുമില്ല. ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഞാനും എന്റെ 2 മക്കളും തനിച്ചാണ്. പക്ഷേ എങ്കിലും സത്യം ഞങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്ര ധൈര്യത്തോടുകൂടി ഇവിടെ നിൽക്കാൻ പറ്റുന്നതും ജീവനോടുകൂടി ഞങ്ങൾ ഇരിക്കുന്നതും. പ്രത്യേകിച്ച് നീക്കത്തിന്റെ കാര്യങ്ങളായിട്ട് കാണുന്നു. അവർ പറഞ്ഞതൊക്കെ അവർക്ക് കിട്ടുന്ന ശമ്പളവും കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് ഒരു ഇതിന് പോയി കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന 50,000 രൂപ എന്നൊരു മീറ്റിങ്ങിന് പോയി കഴിയുമ്പോഴത്തേക്ക് എന്നാ വരുമാനമൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. അത്രയും വരുമാനമൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അവർ സാരിയുടെ കാര്യം പറഞ്ഞത് ജെന്യൂനാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാര്യം മിക്കപ്പോഴും ഇങ്ങനത്തെ പോലത്തെ സാരികളാണ് ഇവർ ഉടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സാരി ഇവർ ഉടുക്കുന്നത്. ഇങ്ങനെ സൈഡിൽ കൂടെ 2 കര വന്ന് ആ കരയുടെ അതേ തന്നെ ബ്ലൗസും ചിലപ്പോൾ ശരിയായിരിക്കാം, അങ്ങനെ തുണിയെടുത്ത് അങ്ങനെ തയ്ക്കുക. അതൊക്കെ അവർക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അവർ ആർഭാടം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് നാട്ടുകാരുമല്ല, ഇവരുടെ വീട്ടുകാർ തന്നെയാണ്. ഇവരുടെ ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ആരുമല്ല ഇവർ ആർഭാടം കാണിച്ച് നടക്കുന്നത്. ഇവരോട് മറ്റുള്ളവർ പറഞ്ഞേക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും മറ്റുള്ളവരെ മോട്ടിവേഷൻ ചെയ്ത് ഒരു ഫാമിലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഇവരെ എന്നാത്തിനാണ് ഇവരുടെ സ്വന്തം പ്രശ്നം ഇതുപോലെ സമൂഹത്തിലേക്ക് വലിച്ചിട്ടെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഇവരുടെ ആങ്ങളയുടെ ഇതിൻ്റെയൊക്കെ പറയുന്നത് എനിക്കൊന്ന് ജെനുവിനാന്ന് തോന്നുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ സൗണ്ട് തന്നെയാണ്. 2 പേരിലും കള്ളത്തരമുണ്ട്. ഒരാളി മാത്രമല്ല, 2 പേരും കള്ളങ്ങൾ പറയുന്നുണ്ട്. നിലനിൽപ്പിന് വേണ്ടി 2 പേരും പറയുന്നുണ്ട്. ഇതിപ്പോൾ പെട്ടുപോകുന്ന ആരായിരിക്കും എന്നറിയാമോ? ഇവരുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും. ഇവരുടെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ജിജിയുടെ കൂടെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ വിഷയം വന്നെന്ന് വരത്തില്ലായിരിക്കും. ഈ മാരിയുടെ കൂടെ നിൽക്കുന്നവർക്ക് ചിലപ്പം എല്ലാം പണി പിടിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം വരുന്നതുകൊണ്ടല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ പ്രശ്നങ്ങളാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നതുകൊണ്ട് ചെയ്യുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ കഴിയുമ്പോൾ എത്രയാണ് ഭാര്യയും മക്കളുമാണ്.
അതിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. കാര്യം ഇവർ സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ അങ്ങ് തീരും. പക്ഷേ ഔട്ട്സൈഡിൽ നിൽക്കുന്നവരായിരിക്കും പെടുന്നത്. അവരിപ്പം നിന്ന് എല്ലാവരും ഘോര പ്രസംഗിക്കുന്നുണ്ട്, ഇവർ മദ്യപാനിയാണ്, ചീത്ത വിളിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ദേവസ്യം മാഷ് എനിക്ക് തോന്നുന്നില്ല ആ മനുഷ്യൻ അങ്ങനെ ആരെ പറ്റി ഒന്നും മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടില്ല കേട്ടോ. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. ഞാൻ ആ മനുഷ്യൻ നല്ലൊരു വ്യക്തി എന്ന് കൂടുതലും പറയാൻ കാര്യം വെച്ചാൽ ഒരു വീഡിയോയുടെ താഴെ കുറേ കമൻറ്റ് വന്നു അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുടെ തന്നെ, അയ്യോ ഇത് ഞങ്ങളുടെ മാഷാണല്ലോ, അയ്യോ മാഷ് എങ്ങനെ ഇതിൽ ചെന്ന് പെട്ടു, മാഷ് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സ്നേഹിയാണ് എന്നും പറഞ്ഞാൽ ആ മാഷിനെ ഇങ്ങനെ ഒത്തിരി പേര് നല്ല ഇതായിട്ട് പറയുന്നു. അജ്മലിൻ്റെ കാര്യം അറിയത്തില്ല, അദ്ദേഹം എങ്ങനെയാണെന്ന് എന്താണെന്ന് ഒന്നും അറിയത്തില്ല. നമുക്ക് ഇവരുടെ കൂടെ ഇവർ പറഞ്ഞുള്ള അറിവൊക്കെ ഉള്ളൂ. ഇവരുടെ കൂടെ തന്നെ വന്ന് കൂടിയതാണ്, ഇവരുടെ കൂടെ ഉള്ളത് തന്നെയാണ്. മാഷിനെ പറ്റി എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം എനിക്കും തോന്നിയില്ല. കാര്യം മാഷ് പറയുന്നതെല്ലാം ജെനുവിനാണെന്ന് എനിക്ക് തോന്നി. ഇവർ പറയുന്ന മുഴുവനും ജെനുവിൻ ആയിരിക്കണമെന്നില്ല. ഇവർ ഇത്രയും ദിവസം വീഡിയോ എടുത്ത് പബ്ലിക്കിലേക്ക് ഇടാതിരുന്നതിൻ്റെ കാരണം ഇവരിങ്ങനെ പറയാനുള്ള കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടുകയായിരുന്നായിരിക്കും. പക്ഷെ മറ്റവരങ്ങനെയല്ല, സ്പോട്ടിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിങ്ങി വന്നു. പറയുന്നതെല്ലാം ഒരേ കാര്യങ്ങൾ, നമ്മൾ ദൃശ്യ സിനിമയിലെ കാര്യം പറഞ്ഞ മാതിരി ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. അത് തന്നെ എത്ര ഇവരോട് തിരിച്ചു മറിച്ചും ചോദിച്ചാലും അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവർ വീണ്ടും പറയുന്നത്. അതിലൊരു മാറ്റമില്ല ഇവർ പറയുന്ന കാര്യങ്ങളിലൊന്നും. ഇതിലാര് പറയുന്നതാണ് സത്യമെന്ന് എനിക്കറിയില്ല. ഇവർ രണ്ടുപേരും ഭാഗത്ത് ശരിയും കാണും തെറ്റും കാണും. പക്ഷെ നമ്മൾ മറ്റേ ആൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ മാരി പറയുന്ന കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുകയും പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ ജിജിക്ക് പറയാനുള്ള എന്നാന്നും കൂടെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് കേട്ടോ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.